അല്ല മോനെ എനിക്കിന്നും പണിയില്ലേ? ഇല്ലമ്മേ, ഇന്നും ഞങ്ങള് പണിയില്ലായിരുന്നോ? ഒന്നും പണിയില്ല. വെറുതെ കിട്ടുകൊടുത്ത് ടൗണിൽ വരെ പോവും. ഒരു പണിയുമില്ല. അവിടം വരെ പോയി കേസിനുള്ള എല്ലാ ദിവസവും പോയി ചോദിക്കും പണിയുണ്ടോ പണിയുണ്ടോ. ഒന്നും പണിയില്ല. വല്ലാത്ത കഷ്ടം തന്നെ. ഇത് എത്ര ദിവസമായി ഇങ്ങനെ കെട്ടുമായിട്ട് പോന്ന്? ഒരു പണി അരി ഇവിടെ ഇല്ല, എന്തിട്ടിട്ടാ വെക്കുക? ഒന്നും പണിയില്ല അല്ലേ? നാളത്തെ കാര്യം ആലോചിക്കുമ്പോ തലക്ക് ഭ്രാന്ത് പിടിക്കും. കുറിയെടുക്കുമ്പോൾ ജിത്യ വന്നിട്ടില്ലല്ലോ, ഒന്ന് വിളിച്ചു നോക്കിയാലോ? ഫോൺ വന്നാട്ടെ അമ്മക്ക്. ഹലോ, ഇന്ന് കുറിയല്ലേനാ? നീ വന്നിട്ടില്ലല്ലോ നറുക്കെടുക്കാൻ. ഞാൻ ഇന്നില്ലേ ചേച്ചി കുറിക്ക്. എന്താ പൈസ ഇല്ല? ആർക്കാ കുറി വന്ന്? ലീമേച്ചിക്കാ വന്നത്. ലീമേച്ചിക്കല്ലേ? എന്നാ ഓക്കെ ചേച്ചി, ഞാൻ വിളിക്കാം. ഞാൻ കുറിയുണ്ടേനു ഇവിടെ, അങ്ങനെ നറുക്കെടുക്കാൻ പോയതാ. എന്നാ ഇപ്പൊ ചെയ്യുക നമ്മള്? നിങ്ങളെന്നാ ഇങ്ങനെ എന്നും പണിക്ക് പോയിട്ട് തിരിച്ചിങ്ങോട്ട് വരും? നമുക്ക് വേറെ ഇവിടെ പണിക്കില്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും പോയി അന്വേഷിക്കത്തില്ലേ? പണിയില്ലാന്ന് പറഞ്ഞിട്ട് വരുക. എന്റെ മോനെന്താ ഭാഗ്യമില്ല, ഈ കഷ്ടം പാടനുഭവിക്കാം. വീടിന്റെ പണി നോക്ക്, എത്ര നാളായി ഇങ്ങനെ കിടക്കുന്നത് മണ്ണിലും പൊടിയിലും. ഞാൻ എന്ത് ചെയ്യാനാ? പണിക്ക് പോകാൻ കാണുന്നില്ലേ? ഇവിടെ പണിയില്ലേ, വേറെ ഉള്ളടത്ത് പോണോ? ഇനിയിപ്പോ നാളത്തെ ബർത്ത്ഡേക്കാണേലും എന്താ ഒരു പായസം ഒരു മധുരം കൊടുക്കാൻ പോലും ഇവിടെ ഒരു മണി അരി ഉണ്ടാ ചോറ് വെച്ചു കൊടുക്കാൻ? ഒന്നുമില്ല എന്റെ മോന്. ഒരു പുതിയ കോടി കൊടുക്കാനുണ്ടാ? നോക്കട്ടെ, നീ ഇങ്ങനെ പറഞ്ഞ എന്നെ എല്ലാത്തിനും ടെൻഷൻ അടിക്കില്ല. ഞാൻ എല്ലാത്തിനും ഭ്രാന്ത് പിടിച്ചിട്ടുള്ള പണിയില്ല, ഒന്നുമില്ല. ഞാൻ എന്താ പറഞ്ഞത്? ആദരേച്ചി വീട്ടിൽ പോണ്ട് നേരെ ഇങ്ങോട്ടാ വന്നേ. വാ ചേച്ചി, വാ. സിനിയേച്ചിന്റെ അടുത്ത് നിന്ന് നറുക്കെടുത്ത് ഞാൻ വിചാരിച്ചു ഇതുവഴി ഇങ്ങ് പോവാ, ഇന്നേം തക്കടുവിനെല്ലാം ഒന്ന് കാണാന്ന് ചേച്ചി. എന്തല്ലാ വാ എന്തല്ല എന്തല്ലാടോ? ഒരു ഉമ്മ തരുക, ഒരു ഉമ്മ തന്നാട്ടെ. കണ്ണിലെന്നാ പറ്റിയ? നാളെയല്ലേ തക്കടുവിന്റെ ബർത്ത്ഡേ? നാളെ എന്നാ പരിപാടി? നാളെ ഞങ്ങള് രാവിലെ ഇങ്ങോട്ട് വരും കേട്ടാ, വിനീചാരനും മക്കളും ഞാനും എല്ലാം. എന്നാ നമുക്ക് അടിച്ച് പൊളിക്കണ്ടേ? ഇതെന്താ ബർത്ത്ഡേ ആയിട്ട് എനിക്ക് എന്താ ഒരു മൂഡ് ഓഫ്? എന്താ? ഒന്നുമില്ല. എന്തോ ഒരു സങ്കടം ഉള്ളത് പോലെ ഉണ്ടല്ലോ മുഖം കാണുമ്പോ. മോന്റെ ബർത്ത്ഡേ അല്ലേ, നാളെ ഗിഫ്റ്റ് വാങ്ങണേ. അങ്ങനെ എന്തിനാ ചെയ്തല്ല? അത് ഓനെ എടുത്തോട്ടെ, മേമേന്റെ വക തന്നതാണേ. മുട്ടായി വാങ്ങിക്കോളാ. അല്ലേ തന്നെ ഞങ്ങൾ ഒരുപാട് പൈസ ചേച്ചിക്ക് തരാനുണ്ട്, അതിന്റെ ഇടയ്ക്ക് ഇതും കൂടി. അയ്യോ വേണ്ടായിരുന്നു ചേച്ചി. അതൊന്നും സാരിയില്ലടി, ഇപ്പൊ ഇനി ഇതവിടെ വെച്ചോ. നാളെ അവന്റെ ബർത്ത്ഡേ അല്ലേ, എന്നാന്ന് വെച്ചാ വാങ്ങിക്കൂടി. ബാക്കിയത് നമുക്ക് പിന്നെ എടുക്കാം. എന്നാ ശരി, ഞാൻ പോട്ടെ, കുറെ സമയമില്ല. എന്നാ ശരി. അല്ല, ഇവന്റെ ബർത്ത്ഡേ നാളെയാന്ന് ആദരേച്ചി എങ്ങനെയാ അറിഞ്ഞേ? ഇവിടെ പണിയില്ലേ, വേറെ ഉള്ളടത്ത് പോണോ? ഹലോ ഹലോ, ഇനിയിപ്പോ നാളത്തെ ബർത്ത്ഡേക്കാണേലും എന്താ ഒരു പായസം ഒരു മധുരം കൊടുക്കാൻ പോലും ഇവിടെ ഒരു മണി അരി ഉണ്ടാ ചോറ് വെച്ചു കൊടുക്കാൻ? ഒന്നുമില്ല എന്റെ മോന്. ഹലോ, പിന്നെ നിങ്ങളെ കയ്യിൽ ഒരു 2500 റുപ്യ ഉണ്ട്, എടുക്ക. ഒരു അത്യാവശ്യനും അത് ജിത്തേക്ക് കൊടുക്കാൻ വേണ്ടിട്ടാ. ജിത്തേന്റെ മോന്റെ ബർത്ത്ഡേ ആ നാളെ. അപ്പോൾ അടുത്ത് ഇപ്പൊ പൈസ ഇല്ല, അതൊന്ന് ബുദ്ധിമുട്ടാ. അങ്ങനെ ഞാൻ വിളിച്ച് 2500 കൊടുക്കാം. അത് മതി. ചിട്ടിക്ക് നാളെ കൊടുത്തിട്ടില്ലേലും കുഴപ്പമില്ലല്ലോ, 2 ദിവസം കഴിഞ്ഞിട്ട് കൊടുത്താ പോരെ? എന്നാ ഞാൻ അങ്ങോട്ട് വരാം. എന്നാ ശരി, ഓക്കെ.